Hello students. അപ്പോൾ നമ്മുടെ 10 ഡേ സ്റ്റഡി ചലഞ്ച് തീരാൻ പോകുകയാണ് അല്ലേ? അവസാനിക്കാറായി. അപ്പോൾ നിങ്ങളെല്ലാവരും എത്രത്തോളം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇനി പഠിക്കാനുള്ളതൊക്കെ വേഗം ഇനി പുതിയതായിട്ടൊന്നും പഠിക്കരുത്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. ഈ യൂണിറ്റിൽ വരുന്ന 2 ചാപ്റ്ററാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആപ്ലിക്കേഷൻസും. രണ്ടും നല്ല പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റാണ് ബയോടെക്നോളജി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയാം. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് GM പ്ലാന്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഹാംഫുൾ എഫക്റ്റ് ഓൺ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്? നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വേരിയസ് പർപ്പസുകൾക്കാണ്. അബയോട്ടിക് സ്ട്രെസ്സസിൽ ടോളറേറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന അബയോട്ടിക് സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇൻക്രീസ് ദ മിനറൽ എഫിഷ്യൻസി കൂടുതലുള്ള പ്ലാന്റുകളെ, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ള പ്ലാന്റുകളെ, അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ് ചെറുക്കുന്ന പ്ലാന്റുകളെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാംഫുൾ എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് ഹാംഫുൾ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് തടയുന്ന പ്ലാന്റുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ടുള്ള ചില പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ പ്ലാന്റ് ഇറ്റ്സെൽഫ്, അതായത് ഇൻസെക്ടിസൈഡൽ പ്ലാന്റ്, പെസ്റ്റിസൈഡൽ പ്ലാന്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇൻസെക്ടിസൈഡ് ഓർ പ്ലാന്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ പെക്ടിസൈഡ്. അതുപോലെയുള്ള പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ എൻവയോൺമെൻറ്റ് കുറയ്ക്കാൻ കഴിയും. അതായത് റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഭയങ്കര കട്ടിയായിപ്പോയി, ഒരു മിനിറ്റ്, ഇച്ചിരി കട്ടി കുറയ്ക്കട്ടെ. റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി? ഓക്കെ, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് അല്ലാത്തത് എന്താണ് നോക്കുക. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ജനറ്റിക് എൻജിനീയറിംഗ് ഓഫ് ക്രോപ്പ് ഈസ് ആൻ ആപ്ലിക്കേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് വാക്സിൻസ്, ഇതെല്ലാം ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ആൻഡ് സിന്തസിസ് ഓഫ് 2,4-D, എന്താണ് 2,4-D? 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് സിന്തറ്റിക് ഓക്സിൻ ആണ് അല്ലേ? ഇറ്റ് ഈസ് എ സിന്തറ്റിക് ഓക്സിൻ. നമ്മൾ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ സിന്തറ്റിക് ഓക്സിനുകളുടെ എന്താ പറയുക, നമ്മളുടെ ആപ്ലിക്കേഷൻസ് പഠിച്ചിരുന്നു. അതായത് നമുക്ക് സെലക്റ്റീവ് വീഡ് കില്ലറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സോ ഇവിടെ സിന്തസിസ് ഓഫ് 2,4-D ഇറ്റ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽ ഓഫ് ദ ഇൻസെക്ട് ഗെറ്റ് ബൈൻഡ് ടു ആക്ടിവേറ്റഡ് ടോക്സിൻ ആൻഡ്, നമ്മൾ BT പ്ലാന്റുകൾ പഠിച്ചിട്ടുണ്ട്. BT പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാസില്ലസ് തുറിഞ്ചിയൻസിസ്, അതിൻ്റെ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റുകൾ. അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചില ഇൻസെക്റ്റുകൾ പ്ലാന്റിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പ്ലാന്റിനെ ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളും, അതുപോലെ ഈ BT പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻസെക്റ്റുകളെ തുരത്താമെന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു, നോക്ക്, മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദി ഇൻസെക്ട് ഗെറ്റ് ബൈൻഡ് ടു ദ ആക്ടിവേറ്റഡ് ടോക്സിൻ ആൻഡ്, അതായത് BT പ്ലാന്റുകളിൽ ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെല്ലുകളിലേക്ക് ഈ ടോക്സിൻ അറ്റാക്ക് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കുക? സ്റ്റോപ്പ് വാട്ടർ അസിമിലേഷൻ ആൻഡ് ലൈസസ് ലീഡിങ് ടു ഡെത്ത് ഓഫ് ഇൻസെക്റ്റ് അല്ല. കോസ് ദ സിഗ്നൽ ഓഫ് നെർവസ് സിസ്റ്റം, സീസ് ദ സിഗ്നൽ ഓഫ് നെർവസ് സിസ്റ്റം ലീഡിങ് ടു ഡെത്ത് ഓഫ് ഇൻസെക്റ്റ് അല്ല. ക്രിയേറ്റ് പോർസ് ആൻഡ് സെൽ സ്വെല്ലിംഗ് ലീഡിങ് ടു ഡെത്ത് ഓഫ് ഇൻസെക്റ്റ് ശരിയാണ്. അതായത് നമ്മളുടെ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ അതൊരു ക്രിസ്റ്റൽ ആകുന്ന പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെല്ലിൽ ബൈൻഡ് ചെയ്യുകയും അതിൽ ഓട്ടകൾ ഉണ്ടാക്കും, പോറുകൾ ഉണ്ടാക്കുകയും അതിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറി സെല്ല് വീർത്ത് പൊട്ടി അവസാനം ഇൻസെക്റ്റ് നശിക്കാനും കാരണമാകും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്. വൺ ഈസ് ലേബിൾഡ് അസേർഷൻ ആൻഡ് അതർ ഈസ് ലേബിൾഡ് റീസൺ.
അസർഷൻ നോക്കുക. ദ നെമറ്റോഡ് കനോട്ട് സർവൈവ് ഇൻ എ ട്രാൻസ്ജനിക് ഹോസ്റ്റ് വിച്ച് എക്സ്പ്രസ് ദ സ്പെസിഫിക് ഇന്റർഫിയറിംഗ് RNA. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. RNAi മെക്കാനിസത്തിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് RNAi മെക്കാനിസം, RNA ഇൻ്റർഫിയറൻസ്, RNA സൈലൻസിങ് മെക്കാനിസം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെലോയിഡ് ഗൈൻ ഇൻകോഗ്നിഷൻ്റെ കാര്യം പറയും. മെലോയിഡ് ഗൈൻ ഇൻകോഗ്നിഷ എന്ന് പറയുന്ന നെമറ്റോഡ് ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്ത് ഒരുപാട് നഷ്ടം ടൊബാക്കോ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിസമാണ് ട്രാൻസ്ജനിക് ടൊബാക്കോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ട്രാൻസ്ജനിക് ടൊബാക്കോ എന്ന് പറഞ്ഞാൽ ടൊബാക്കോയിൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാക്കാൻ കഴിയുന്ന ജീന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഡബിൾ സ്ട്രാൻഡഡ് RNA മെലോയിഡ് ഗൈൻ ഇൻകോഗ്നീഷ്യയുടെ ജീൻ എക്സ്പ്രഷൻ തടയുന്നു. അങ്ങനെ നമുക്ക് മെലോയിഡ് ഗൈൻ ഇൻകോഗ്നീഷ്യനെ നശിപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ മെലോയിഡ് ഗൈൻ ഇൻകോഗ്നീഷ്യനെ നശിപ്പിക്കാൻ കഴിയുന്നത് RNAi മെക്കാനിസം കൊണ്ടാണ്. അതായത് നെമറ്റോഡിന്, അതായത് മെലോയിഡ് ഗൈൻ ഇൻകോഗ്നീഷ്യയ്ക്ക് കനോട്ട് സർവൈവ് ഇൻ എ ട്രാൻസ്ജനിക് ഹോസ്റ്റ്, ഒരു ട്രാൻസ്ജനിക് ഹോസ്റ്റിൽ ട്രാൻസ്ജനിക് പ്ലാന്റായ ടൊബാക്കോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ ട്രാൻസ്ജനിക് പ്ലാന്റ് എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്? ഇൻ്റർഫിയറിങ് RNA എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? ശരിയാണ്. Nematode specific gene are introduced in the host, produces both the sense and antisense complementary RNA which initiate RNA interference in the host cell. അതുകൊണ്ടാണ് നമ്മുടെ നെമറ്റോഡിന് അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RNA interference is used for which of the following purpose in the field of biotechnology? ബയോടെക്നോളജിക്കൽ ഫീൽഡിൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? RNA interferenceനെ ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ടു ഡെവലപ്പ് ദ പ്ലാന്റ് ടോളറേറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ് അല്ല. ടു ഡെവലപ്പ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് എഗെയിൻസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ബൈ എ നെമറ്റോഡ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ടു എൻഹാൻസ് ദ മിനറൽ യൂസേജ് ബൈ പ്ലാന്റ് ആണോ? അല്ല. ടു റെഡ്യൂസ് ദ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ആണോ? അല്ല. അല്ലേ? അപ്പോൾ ഇത് രണ്ടും അല്ല, ഇത് മൂന്നും അല്ല. ഏതാണ് ആൻസർ? ടു ഡെവലപ്പ് ദ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് എഗെയിൻസ്റ്റ് ദ ഇൻഫെസ്റ്റേഷൻ ബൈ ദ നെമറ്റോഡ് എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് triggers the activity of protoxin to active Bt toxin of Bacillus thuringiensis in bollworm? ബോൾവേമിൽ എന്താണ് ഇനാക്റ്റീവ് ടോക്സിനെ ആക്ടിവേറ്റ് ആക്കുന്നത്, ഇനാക്റ്റീവ് ടോക്സിനെ ആക്റ്റീവ് ടോക്സിൻ ആക്കി മാറ്റുന്നത്? ആൽക്കലൈൻ pH അല്ലേ? ആൽക്കലൈൻ pH ഇൻ ദ ഗട്ട് ഓഫ് ദ ഇൻസെക്റ്റ്. സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ ക്രിസ്റ്റലൈൻ ആകുന്ന ക്രിസ്റ്റൽ പ്രോട്ടീൻ ബാക്ടീരിയൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷെ അതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻ ആയിട്ടാണ് ഉണ്ടാകുക. പിന്നെ എപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആകുക? ഇൻസെക്റ്റിൻ്റെ ഗട്ടിൻ്റെ ഉള്ളിലെ ആൽക്കലൈൻ pHലാണ് ആക്ടിവേറ്റ് ആകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഗോൾഡൻ റൈസ്? ഗോൾഡൻ റൈസിനെ സംബന്ധിച്ച് എന്താണ് ട്രൂ ആയിട്ടുള്ളത്? ഗോൾഡൻ റൈസ് എന്താണ്? ഗോൾഡൻ എന്ന് പറയാൻ കാരണം അതിനൊരു സ്ലൈറ്റ് യെല്ലോ കളറാണ്. പക്ഷേ യെല്ലോ കളർ ആയതുകൊണ്ടല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്ന ആ കളറിലല്ല. പിന്നെ എന്തിലാണ് അത് വരുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു ട്രാൻസ്ജനിക് റൈസ് ആണ് ഈ റൈസ് എന്നുള്ളതിലാണ്. ട്രാൻസ്ജനിക് റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ജീനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ബീറ്റാ കരോട്ടിൻ ജീൻ അല്ലെങ്കിൽ വിറ്റമിൻ എ ഉണ്ടാക്കുന്ന ജീനാണ്. ഇതെവിടെ നിന്നാണ് എടുത്തത്? ഡാഫോഡിൽ പ്ലാന്റുകളിൽ നിന്നൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജീനിൻ്റെ പ്രത്യേകത എന്താ? ഈ ജീനുള്ള റൈസ് പ്ലാന്റ് ധാരാളം വിറ്റമിൻ എയെ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസുകൾ നമുക്ക് ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യും എന്നുള്ളതിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് യെല്ലോ ഗ്രെയിൻ വിത്ത് വിറ്റമിൻ എ എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റാണ്. ഓക്കെ, ബാക്കിയൊന്നും കറക്റ്റ് അല്ലല്ലോ. അല്ല. കണ്ടെയ്ൻ ബോത്ത് സെൻസ് ആൻറ്റി സെൻസ്, അത് RNAi ആണല്ലേ. ഇറ്റ് ഈസ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് അല്ല, അതുമല്ല. ഇറ്റ് ഈസ് ഡ്രോട്ട് ടോളറൻറ്റും അല്ല. അടുത്തത് നോക്കാം. ഇൻ RNAi ദ ജീൻ ആർ സൈലൻസ്ഡ് യൂസിങ്. RNAiയിൽ ഒരു ജീൻ എങ്ങനെയാണ് സൈലൻ്റ് ആകുന്നത്? സൈലൻ്റ് ആകുന്നത്
ഡബിൾ സ്ട്രാൻഡഡ് RNA ഉപയോഗിച്ചിട്ടാണ്, കോംപ്ലിമെൻ്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA. ഓക്കെ, സോ RNA എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോംപ്ലിമെൻ്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA ഉപയോഗിച്ച് ജീനിനെ സൈലൻ്റ് ആക്കുന്ന, അല്ലെങ്കിൽ mRNA സൈലൻ്റ് ആക്കുന്ന, അതുവഴി പ്രോട്ടീൻ സിന്തസിസ് തടയുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ തടയുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ RNAi മെക്കാനിസം, RNA ഇൻ്റർഫിയറൻസ്, RNA സൈലൻസിങ് എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡബിൾ സ്ട്രാൻഡഡ് RNA ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിങ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഡബിൾ സ്ട്രാൻഡഡ് RNA നമ്മൾ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. ഡബിൾ സ്ട്രാൻഡഡ് RNA നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ജീൻ സൈലൻ്റ് ചെയ്യിക്കാനാണ്. എന്താണ് ജീൻ സൈലൻസിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സൈലൻസ് ജീൻ എന്താ പറയുക, ജീനിൻ്റെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് എന്താ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ ജീൻ സൈലൻസിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിനെ തടയുക അഥവാ ട്രാൻസ്ലേഷൻ തടയുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. BT cotton variety that was developed by the introduction of toxin gene of Bacillus thuringiensis is resistant to. എന്താണ്? BT cotton variety that was developed by the introduction of toxin gene of Bacillus thuringiensis is resistant to. എന്തിനൊക്കെയാണ് റെസിസ്റ്റൻ്റ് ചെയ്യുക? BT cotton എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനാണ് എന്ന് നമുക്കറിയാം. അത് ഫംഗൽ ഡിസീസ് അല്ല, പ്ലാന്റ് നെമറ്റോഡ് അല്ല, ഇൻസെക്റ്റ് പ്രഡേറ്റേഴ്സ് അല്ല, ഇൻസെക്റ്റ് പെസ്റ്റ് ആണ്. ഓക്കെ, ഇൻസെക്റ്റ് പെസ്റ്റ് എന്നുള്ളതാണ് കൂടുതലും കൃത്യമായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഓർഗാനിസം വിത്ത് ഇറ്റ്സ് യൂസ് ഇൻ ബയോടെക്നോളജി. ഓക്കെ, നോക്കാം. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് നമുക്കറിയാം ക്രൈപ്രോട്ടീൻസ് ആണ് ഇതിൽ കറക്റ്റ് ആകുന്നത്. തെർമസ് അക്വാട്ടിക്കസ് DNA പോളിമറേസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് ഒരു ക്ലോണിംഗ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സാൽമോണെല്ല ടൈഫിമ്യൂരിയം കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫസ്റ്റ് റീകോമ്പിനന്റ് DNA മോളിക്യൂൾ. സോ A matches to 4, B matches to 3, C matches to 1, D matches to 2. A ആണ്, 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ടൊബാക്കോ പ്ലാന്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ ടൊബാക്കോ പ്ലാന്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ? ഓക്കെ, മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യയുടെ ഏത് പാർട്ട് ഓഫ് ദ ടൊബാക്കോ പ്ലാന്റിനെയാണ് മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് ദ ടൊബാക്കോ പ്ലാന്റ് എന്ന് എഴുതേണ്ടി വരും. നമുക്കറിയാം റൂട്ടാണ്, ടൊബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ 2 പോളിപെപ്റ്റൈഡ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ. ഹ്യൂമൻ ഇൻസുലിൻ്റെ 2 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ എന്തുകൊണ്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഡൈസൾഫൈഡ് ബ്രിഡ്ജുകൾ കൊണ്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ BT cotton, BT toxin present in the plant tissue as protoxin is converted into active toxin in the alkaline pH of the insect gut. നമ്മൾ നേരത്തെയും കണ്ട ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് BT crop ഈസ് ബീയിങ് ഗ്രോൺ ഇൻ ഇന്ത്യ ബൈ ദ ഫാർമേഴ്സ്? നമുക്കറിയാം ഒരുപാടേറെ BT ക്രോപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. BT കോൺ ഉണ്ട് അല്ലേ, BT റൈസ് ഉണ്ട്, പൊട്ടറ്റോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോയാബീൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന BT ക്രോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്നതും ഏറ്റവും കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നതുമായിട്ടുള്ള BT ക്രോപ്പാണ് കോട്ടൺ എന്ന് പറയുന്നത്. പരുത്തി കൃഷി നമ്മുടെ നാട്ടിലൊന്നും അത്രയ്ക്ക് വ്യാപകമല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ ഒരുപാട് പരുത്തി കൃഷി ചെയ്യാറുണ്ട്. സോ പരുത്തി കൃഷിയാണ്, പരുത്തിക്ക് കൃഷി ചെയ്യുന്നതൊക്കെ BT കോട്ടൺ വെറൈറ്റീസ് ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസംപ്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ക്യാൻ പ്രിവെൻറ്റ് ദ കൈൻഡ് ഓഫ് ബ്ലൈൻഡ്നെസ് അസോസിയേറ്റഡ് വിത്ത് വിറ്റമിൻ A ഡെഫിഷ്യൻസി? വിറ്റമിൻ A ഡെഫിഷ്യൻസി ലോകത്താകമാനം ഒരുപാട് രാജ്യങ്ങളിലുള്ള കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഉള്ള ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ഈ
ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട അസുഖം, കാഴ്ചക്കുറവൊക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മൾ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന ഒരു കോപ്പ് ഉണ്ടാക്കിയെടുത്തത്. സോ ഗോൾഡൻ റൈസ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഒരു കോപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാസിലസ് തുറിഞ്ചൻസിസ് ഫോംസ് എ protein crystal which contain insecticidal protein. This protein does not kill the carrier bacterium which itself resistant to this protein. തെറ്റാണ്. അത് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടല്ല, പ്രോടോക്സിൻ ആയതുകൊണ്ടാണ്. ഇറ്റ് ബൈൻഡ് വിത്ത് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ മിഡ്ഗട്ട് ഓഫ് ദ ഇൻസെക്ട് പെസ്റ്റ് അൾട്ടിമേറ്റ്ലി കില്ലിങ് ഇറ്റ്. ശരിയാണ്. ഇറ്റ് ഈസ് കോഡഡ് ബൈ സെവറൽ ജീൻ ഇൻക്ലൂഡിങ് ദ ജീൻ കൈ. അങ്ങനെയല്ല നമ്മൾ പറയുന്നത് അല്ലേ. ദിസ് ടോക്സിൻ ഈസ് കോഡഡ് ബൈ എ ജീൻ കൈ1AC നെയിംഡ് കൈ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെയാണ് നമ്മുടെ NCERT-യിലുള്ളത്. അതുകൊണ്ട് അതും തെറ്റാണ്. ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ അസിഡിക് pH അല്ല, ആൽക്കലൈൻ pH ആണ്. സോ ദ ആൻസർ ഈസ് 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് BT കോട്ടൺ: ലോങ് ഫൈബർ, റെസിസ്റ്റൻറ്റ് ടു അഫിഡ്; മീഡിയം yield, ലോങ് ഫൈബർ, റെസിസ്റ്റൻറ്റ് ടു ബീറ്റിൽ പെസ്റ്റ്; high yield, production of toxic protein crystal which kill dithyrantust; high yield and resistant to bollworms. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് BT കോട്ടൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. BT കോട്ടൺ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മെയിൻലി എഗെയിൻസ്റ്റ് ദ ബോൾവോംസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ഹൈ yield ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ബോൾവോംസ് ആണ് ഇതിൻ്റെ ആൻസർ. എന്നാലും ചിലർക്ക് അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടി വരും. ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് ഡൈറ്റിറാൻറ്റസ്റ്റ് പറയാത്തത്. അപ്പോൾ ഈ ഡൈറ്റിറാൻറ്റസ്റ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടൺ ബോൾവോം ഇൻക്ലൂഡ് ചെയ്യുന്ന കാറ്റഗറിയാണ് ഇതെങ്കിലും, ഡൈറ്റിറാനൊക്കെ എങ്കിലും നമുക്ക് ഡൈറ്റിറാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബോൾവോംസ് അല്ലാതെയുള്ള ഓർഗാനിസംസും വരുന്നുണ്ട്. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈ yield ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ബോൾവോംസ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം നമുക്ക് മെയിനായിട്ട് 3 ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റിൽ തന്നെ 3 ഗ്രൂപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബാസിലസ് തുറിഞ്ചിയൻസിൽ നിന്നും കിട്ടുന്ന കൈ പ്രോട്ടീൻ അല്ലെങ്കിൽ കൈ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന ഒന്നാണ് ലെപ്പിഡോട്ടിറാൻസ്, ടൊബാക്കോ ബഡ് വേമും ആർമി വേമും. പിന്നെ വരുന്നതാണ് കോളിയോട്ടിറാൻസ്, ബീറ്റിൽസ്. അതുപോലെ ഡൈറ്റിറാൻസ്, ഫ്ലൈസ്, മോസ്കിറ്റോസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ നമ്മളുടെ കോട്ടൺ ബോൾവോംസ് ഒക്കെ വരുന്ന കാറ്റഗറിയാണ് അത്. എങ്കിലും അതിൽ വേറെയും സംഭവങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ബോൾവോംസ് എന്നുള്ള കാറ്റഗറി തന്നെ ഉപയോഗിച്ചത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ DNA? ഫോറിൻ DNA ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഇതിൽ ഏതാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ് ആണ്. Golden rice is a promising transgenic crop. When released for cultivation, it will help in to overcome the vitamin A deficiency എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. സോ ഇവിടെ ആൻസർ ഏതാ വരിക? അലീവിയേഷൻ ഓഫ് ദ വിറ്റമിൻ എ ഡെഫിഷ്യൻസി എല്ലാവർക്കും കിട്ടുന്ന ആൻസറാണ്. വാട്ട് ഈസ് ആൻറ്റിസെൻസ് ടെക്നോളജി? A cell displaying foreign antigen used for the synthesis of antigen അല്ല. Production of somoclonal variants in tissue culture-umalla. When a piece of RNA that is complementary in sequence is used to stop the expression of specific gene. അത് നമുക്ക് കറക്റ്റാണ് അല്ലേ. നമുക്കറിയാം ആൻറ്റിസെൻസ് RNA, സെൻസ് RNAയും ആൻറ്റിസെൻസ് RNAയും കൂടെ ചേർന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി. അത് mRNAയുമായിട്ട് mRNAയുടെ എക്സ്പ്രഷനെ തടയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RNAi മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ തേർഡ് വൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Chi1AC കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക. Chi1AC, Chi2AB ഇത് രണ്ടും ബോൾവേംസ് തടയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Chi1AB ഈസ് യൂസ്ഡ് എഗെയിൻസ്റ്റ് കോൺ ബോറർ. അപ്പോൾ ഇവിടെ Chi1AC അല്ലേ ചോദിച്ചിരിക്കുന്നത്? കോട്ടൺ ബോൾവേംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ Agrobacterium tumefaciens is popular in genetic engineering because this bacterium is associated with the root of several dicot crop. Agrobacterium tumefaciens cause count gall tumor by conjugative transfer of DNA segment, tDNA. അതായത്
അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ് എന്ന് പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പോപ്പുലറാണ്. ഈ ബാക്ടീരിയം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് റൂട്ട്സ് ഓഫ് സെവറൽ ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. അതായത് ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ റൂട്ടിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു സോയിൽ ബാക്ടീരിയമാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ്. സോ അത് കറക്റ്റാണ്. ആൻഡ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻസ് ഡൈക്കോട്ട് പ്ലാന്റുകളിൽ ഒരു ക്രൗൺ ഗോൾ ഡിസീസ് ഉണ്ടാക്കും ബൈ ട്രാൻസ്ഫർ ഓഫ് ദെയർ TDNA. അതും കറക്റ്റാണ്. ആൻഡ് ബോത്ത് അസേർഷൻ റീസൺ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. എന്തുകൊണ്ടെന്നാൽ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസിന് ഇത്തരത്തിൽ ഒരു DNA ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി വെറൈറ്റീസ് ഓഫ് റൈസ് ആർ ദർ ഇൻ ഇന്ത്യ? 2 ലക്ഷത്തോളം റൈസുകൾ, 200,000, അതായത് 2 ലക്ഷം വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്. ഇത് തന്നിരിക്കുന്നത് ഏതാണ് എയും ബിയും? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടി എ ജീനിനെയും ബി ജീനിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് നമ്മൾ ബാക്ടീരിയയുടെ ഈക്കോളയുടെ പ്ലാസ്മിഡിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എ ചെയിനും ബി ചെയിനും ഉണ്ടാക്കി രണ്ടിനെയും കൂടെ ഡൈസൾഫൈഡ് ബ്രിഡ്ജ് കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ടിവേറ്റ് ആയ ഇൻസുലിൻ കിട്ടുന്നതിൻ്റെ ഡയഗ്രമാണ് നിങ്ങളോട് തന്നിരിക്കുന്നത്. ഇതിൽ എ എന്താണ് എന്ന് ചോദിച്ചാൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജുകളാണ്. ഓക്കെ, ഡൈസൾഫൈഡ് ബ്രിഡ്ജ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റായിട്ട് 2ൽ തന്നെ ഇടട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In human being, insulin is synthesized as a pro-hormone which needs to be processed before it becomes fully matured and functional. The extra stretch of C-peptide is to be removed between A and B chains of insulin. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ is synthesized a pro-hormone which need to be processed before it becomes fully mature and functional. ശരിയാണ്. ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഓഫ് സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യണം, എയിൻ്റെയും ബിയിൻ്റെയും ഇടയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അത് തന്നെയാണ് ആക്ച്വലി പ്രോസസ്സിങ് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുമ്പോൾ അതൊരു പ്രോ ഹോർമോൺ ആയിട്ടാണ് ഉണ്ടാകുന്നത്. എ ചെയിനും ബി ചെയിനും സി ചെയിനും ഉണ്ട്. എ ചെയിനിൻ്റെയും ബി ചെയിനിൻ്റെയും ഇടയിലാണ് സി ചെയിൻ ഉള്ളത്. ആ സി ചെയിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് എ ചെയിനെയും ബി ചെയിനെയും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമുക്കൊരു മച്യൂർ ഇൻസുലിൻ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് അസേർഷൻ റീസൺ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് വരും. Using biotechnology, human insulin can be produced in the bacterial cell. ശരിയാണ്. To produce human insulin, A, B, C polypeptide of human insulin are produced in bacterial cell separately, extracted and combined by creating disulfide bridges അല്ലെങ്കിൽ bonds. അതായത് ഒരു ഹ്യൂമൻ ഇൻസുലിനെ നമുക്ക് ബാക്ടീരിയയിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എ ചെയിനും ബി ചെയിനും ബാക്ടീരിയയിൽ ഉണ്ടാക്കിയാൽ മതി, സി ചെയിൻ ഉണ്ടാക്കണമെന്ന ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ അസേർഷൻ ആണ് ട്രൂ, റീസൺ ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ്. ജീൻ തെറാപ്പി, ADA ഡെഫിഷ്യൻസി ഉണ്ട്. കോട്ടൺ ബോൾവേം, ലെപ്പിഡോട്ടിറൻ, അതൊരു ഇൻസെക്റ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അല്ലാതെ കോട്ടൺ ബോൾവേംസ് ലെപ്പിഡോട്ടിറൻസ് അത് മാത്രമാണ് ഇവിടെ മാച്ച് ചെയ്യുള്ളൂ. എലി ലിലി എന്ന് പറയുന്നത് നമ്മളുടെ എലി ലിലി ഹ്യൂമൻ ഇൻസുലിൻ ആണ്. ബസുമതി റൈസ് ബയോപൈറസി ആണ്. ബയോപൈറസി ഡി അല്ലേ? ഓക്കെ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എംഫിസിമയാണ്. അപ്പോൾ എ മാച്ചസ് ടു 5, ബി മാച്ചസ് ടു 4 അല്ലേ? എ മാച്ചസ് ടു 4, ബി മാച്ചസ് ടു 5, C matches to 1, D matches to 2, E matches to 3, A matches to 4, B matches to 2. കോട്ടൺ ബോൾവംസ് B matches to 2 അല്ല, B matches to 5 ആണ് അല്ലേ? B matches to 5, B matches to 5, D matches to എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. D matches to 2, E matches to 3. അപ്പോൾ A matches to 4, B matches to 5, C matches to 1, D matches to A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. RNAi എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസൺ,
Chi2A, Chi2AB, Chi1AC, Chi2AB cotton bollworms, Chi1AB corn borer, Chi1AC Chi-gene അല്ലേ? Chi1AC Chi2AB ആണ് കോട്ടൺ ബോൾവർം. പക്ഷെ Chi1AC Chi-gene എന്നും പറയും. സോ ഡി. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ റോസി. അപ്പോൾ A matches to 4 ആണ്. B matches to 3, C matches to 2. അപ്പോൾ 2 ആണ് ആൻസർ. 2 അല്ലേ? 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പിക്ചർ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എ ചെയിൻ ഇൻസുലിൻ, പ്രോ ഇൻസുലിൻ ആണ് എയിൽ വരുന്നത്. പ്രോ ഇൻസുലിൻ, ഇത് റിമൂവ്ഡ് അല്ല, ഇത് എ പെപ്റ്റൈഡ്, ഇത് എ പെപ്റ്റൈഡ്, ഇത് ബി പെപ്റ്റൈഡ്, ഇത് സി പെപ്റ്റൈഡ്. ഒന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എലി ലിലീസ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. ഓക്കെ, എ പെപ്റ്റൈഡ് അവിടെ നോക്കാം. ആദ്യം പ്രിപ്പയർഡ് 2 DNA സീക്വൻസ് കറസ്പോണ്ടിങ് ടു എ ആൻഡ് ബി പോളിപെപ്റ്റൈഡ് 4. അതിനുശേഷം എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് വെർ പ്രൊഡ്യൂസ് സെപ്പറേറ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഇൻട്രൊഡ്യൂസ് ദം ഇൻ ടു സെപ്പറേറ്റ് പ്ലാസ്മിഡ് ഓഫ് E. coli. അപ്പോൾ 2. ഇനി A peptide and B peptide produces separately in different bioreactor 1, പിന്നെ 3. സോ 2 ആണ് ആൻസർ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At present, how many recombinant therapeutics have been approved for human use worldwide? പറഞ്ഞേ. എല്ലാ ലോകത്ത് മൊത്തമായിട്ട് എത്രത്തോളം റീകോമ്പിനൻറ്റ് മെഡിസിൻസ് അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് തെറാപ്യൂട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്? 30. അതിൽ 12 ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ കണക്ക്, ഇത് നമ്മുടെ NCERTയിലെ കണക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ ഫസ്റ്റ് അമേരിക്കൻ കമ്പനി ക്രെഡിറ്റഡ് ഫോർ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ ത്രൂ RDNA ടെക്നോളജി? എലി ലിലി ഇൻ 1983. ഇയർ കൂടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In gene therapy, adenosine deaminase ADA deficiency, a patient requires periodic transfusion of genetically engineered lymphocyte because ADA deficiency, adenosine deaminase deficiency, നമ്മളുടെ ബി ലിംഫോസൈറ്റിൻ്റെയും ടി ലിംഫോസൈറ്റിൻ്റെയും വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമായ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിന് വളരെയധികം അത്യാവശ്യമായ ഒരു ജീനാണ് ADA. അതിൽ നിന്നുണ്ടാക്കുന്ന എൻസൈമാണ് ADA, അഡിനോസിൻ ഡീഅമിനേസ് എന്ന എൻസൈം. ആ എൻസൈം, ആ ജീൻ ഇല്ലാത്തത് കാരണം, ഡിലീഷൻ ഓഫ് ദാറ്റ് ജീൻ കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴുണ്ടാകുന്ന അസുഖമാണ് സ്കിഡ്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന അസുഖം. ഓക്കെ, അപ്പോൾ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുകയും നമുക്ക് എല്ലാ അസുഖങ്ങളും വരികയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ് പുറത്തേക്ക് എടുത്ത് അതിലൊരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ADA ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനെ ഫങ്ഷണലാക്കി മാറ്റി തിരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ആ ലിംഫോസൈറ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിദ്യയാണ് നമ്മൾ ജീൻ തെറാപ്പിയിൽ ആദ്യം ചെയ്തത്. അശാന്തി ഡിസിൽവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ 4 വയസ്സ് 1990 4 വയസ്സുള്ള കുട്ടിയിലാണ് ഇത് ചെയ്തത്. ആ കുട്ടിയുടെ പേരാണ് അശാന്തി ഡിസിൽവ. സ്റ്റിൽ ഷീസ് ലിവിങ് ആസ് എ പെർഫെക്റ്റ് ഹെൽത്തി ഇൻഡിവിജ്വൽ ബിക്കോസ് ഓഫ് ദിസ് ജീൻ തെറാപ്പി. പക്ഷേ പീരിയോഡിക്കായിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ലിംഫോസൈറ്റുകൾ ഒരു എന്താ പറയുക, ഇമ്മോർട്ടൽ സെല്ലുകൾ അല്ല. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ് ആർ നോട്ട് ഇമ്മോർട്ടൽ സെൽ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പ്രോബ് വിച്ച് ഈസ് എ മോളിക്യൂൾ യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ഹോമോലോഗസ് സീക്വൻസ് ഇൻ എ മിക്സ്ചർ ഓഫ് DNA or RNA കുഡ് ബി. അതായത് പ്രോബ് എന്താണ് എന്നാണ് ചോദ്യം. പ്രോബ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA or RNA ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. സോ ഇതിൽ തന്നിരിക്കുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഓൺലി, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഓൺലി, ഐദർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA or DNA. അത് കറക്റ്റാണ്. ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഇവിടെ പറയുന്നില്ല. സോ 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഇൻസുലിൻ ഗിവൺ ബിലോ. ഹ്യൂമൻ ഇൻസുലിൻ. Which statement is correct about genetically engineered insulin?
ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റി എന്താണ് കറക്റ്റ്? ഓക്കെ, പ്രോ ഹോർമോൺ ഇൻസുലിൻ കണ്ടെയ്ൻ എക്സ്ട്രാ സ്ട്രെച്ച് ഓഫ് സി പെപ്റ്റൈഡ്. ഇൻസുലിനെ പറ്റി മാത്രമാണെങ്കിൽ ശരിയാണ്, പക്ഷെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റി പറയുമ്പോൾ പ്രോ ഹോർമോൺ ഇൻസുലിൻ കണ്ടെയ്ൻ എക്സ്ട്രാ സ്ട്രെച്ച് ഓഫ് സി പെപ്റ്റൈഡ് പറയേണ്ട, അത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനിൽ സി പെപ്റ്റൈഡ് ഇല്ല. A peptide and B peptide contain chains of insulin were produced separately in E. coli, extracted and combined by creating disulfide between them. That's correct. Insulin used for treating diabetes was extracted from cattle and pig. അതും genetically engineered insulin പറ്റി ശരിയല്ല. മുമ്പ് നമ്മൾ ഇൻസുലിൻ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് കാറ്റിലിൽ നിന്നും പിഗിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിരുന്നു, അത് കറക്റ്റ്. പക്ഷെ ജനറ്റിക്കൽ എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റി അത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റ്. പ്രോ ഹോർമോൺ ഇൻസുലിൻ നീഡ് ടു ബി പ്രോസസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ഇൻ ടു മച്ചുവർ ആൻഡ് ഫങ്ഷണൽ ഹോർമോൺ. അതും പ്രോ ഇൻസുലിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റിയല്ല. സം പേഷ്യൻ്റ് ഡെവലപ്പ് അലർജിക് റിയാക്ഷൻ ടു ഫോറിൻ ഇൻസുലിൻ. അതും നമുക്ക് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റി പറയുന്ന കാര്യമല്ല. സോ ദിസ് ഈസ് ദ ആൻസർ ഓൺലി ബി. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഫോർ ഹ്യൂമൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എസ്ചെറീഷ്യ കോളൈ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് PCR? PCR-ൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരാത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ. ആദ്യം തന്നെയുള്ള ഓപ്ഷൻ നമ്മളുടെ PCR-ൻ്റെ ആപ്ലിക്കേഷനാണോ? അല്ല. ഡിറ്റക്ഷൻ ഓഫ് ജീൻ മ്യൂട്ടേഷൻ, മോളിക്കുലാർ ഡയഗ്നോസിസ്, ജീൻ ആംപ്ലിഫിക്കേഷൻ, ഇതെല്ലാം PCR-ൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ജീൻ ടാർഗറ്റിംഗ് ഇൻവോൾവിംഗ് ജീൻ ആംപ്ലിഫിക്കേഷൻ ഈസ് അറ്റംപ്റ്റഡ് ടു ആൻ ഇൻഡിവിജ്വൽ ടു ട്രീറ്റ് എ ഡിസീസ്, ഇറ്റ് ഈസ് കോൾഡ്. അതായത് ജീൻ ടാർഗറ്റിംഗ് ഇൻവോൾവ് ജീൻ ആംപ്ലിഫിക്കേഷൻ ഈസ് അറ്റംപ്റ്റഡ് ആൻ ഇൻഡിവിജ്വൽ ടിഷ്യൂ ടു ട്രീറ്റ് എ ഡിസീസ്. ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജീൻ ആംപ്ലിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജീൻ തെറാപ്പി എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. With regard to insulin, choose the correct option എന്നാണ് ക്വസ്റ്റ്യൻ. C peptide is not present in the mature insulin. ഇത് ഇൻസുലിനെ പറ്റി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പറ്റിയല്ല. അപ്പോൾ C peptide is not present in the mature insulin കറക്റ്റ് ആണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ RNA ടെക്നോളജി ഹാസ് C peptide തെറ്റാണ്. പ്രോ ഇൻസുലിൻ ഹാസ് C peptide ശരിയാണ്. A peptide and B peptide ഓഫ് ഇൻസുലിൻ ആർ ഇന്റർ കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജ് കറക്റ്റ് ആണ്. ഇനി ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ എയും സിയും ഡിയും മാത്രമാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. For effective treatment of the disease, early diagnosis and understanding of its pathophysiology is very important. Which of the following molecular diagnostic test is very useful in early detection? നമ്മളൊക്കെ പണ്ട് അസുഖങ്ങൾ വരികയാണെങ്കിൽ അസുഖം ഒരു ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടർ പരീക്ഷണാർത്ഥം കുറച്ച് മരുന്നുകൾ തരും, അത് കഴിച്ച് മാറുന്നില്ല, വീണ്ടും മരുന്നുകൾ തരും, വീണ്ടും മാറുന്നില്ല, വീണ്ടും മരുന്നുകൾ തരും, വീണ്ടും മാറുന്നില്ല. ആ സമയത്താണ് നമ്മളുടെ ഡോക്ടർ നമ്മളോടൊരു ബ്ലഡ് ടെസ്റ്റിനോ അല്ലെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റിനോ ഒക്കെ ആവശ്യപ്പെടുക. അപ്പോഴാണ് നമ്മളിത് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ എക്സാക്റ്റ് റീസൺ ഇന്ന പനിയാണ്, ഇന്ന രീതിയിലാണ്, ഇതുകൊണ്ടാണ് പനി വരുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഏർലി സ്റ്റേജുകളിൽ തന്നെ അസുഖങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. എലീസ ടെസ്റ്റ് ഉണ്ട്, PCR ഉണ്ട്, ഒരുപാട് മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളുണ്ട്. സോ ഇതിൽ ഏർലി ഡിറ്റക്ഷന് സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് പറഞ്ഞ് കുറച്ച് ടെസ്റ്റുകളുടെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം, എലീസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടെസ്റ്റ് വിച്ച് ക്യാൻ കണ്ടക്ട് ഫോർ ദ ഏർലി ഡിറ്റക്ഷൻ ഓഫ് പാത്തോജൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഇൻ ടു ഏത് അസുഖമാണ്? ഡിസ്ഫങ്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. സ്കിഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉണ്ടാക്കുക. എന്താണ് സ്കിഡ്? സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ദ പ്രോ ഇൻസുലിൻ ഹാസ് ആൻ എക്സ്ട്രാ പെപ്റ്റൈഡ് കോൾഡ് C peptide. ശരിയാണ്. ഫങ്ഷണൽ ഇൻസുലിൻ ഹാസ് A and B ചെയിൻ ലിങ്ക്ഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്. തെറ്റാണ്.
ഇൻകറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൻകറക്റ്റ് കണ്ടുപിടിച്ചു. നമുക്ക് സിയും ഡിയും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈക്കോളായി. ശരിയാണ്. ഇൻ മാൻ ഇൻസുലിൻ സിന്തസൈസസ് ആസ് പ്രോ ഇൻസുലിൻ. കറക്റ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ്. ബി.ടി. കോട്ടൺ ബാസിലസ് തുറിഞ്ചിയൻസിസ്. അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി. ജീൻ തെറാപ്പി. RNAi, it is a method of cellular defense. PCR, detection of HIV infection. A matches to 4, B matches to 1, C matches to 2, D matches to 3. அடுத்த question. Which of the following is commonly used as a vector for introducing DNA fragment in human lymphocyte? Human lymphocyteലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ വെക്ടർ റിട്രോവൈറസ് ആണ്. ആനിമൽ സെൽസിലേക്ക് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടർ ഏതാണ്? റിട്രോവൈറസ്. അടുത്തത്, വിച്ച് കൈൻഡ് ഓഫ് തെറാപ്പി വാസ് ഗിവൺ ടു 1990 ടു എ 4-year-old ഗേൾ വിത്ത് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി? എന്താണ് അതിന് പറയുക? ജീൻ തെറാപ്പി എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ഹ്യൂമൻ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ റീകോമിനന്റ് DNA ടെക്നോളജി. ആദ്യമായിട്ട് റീകോമിനന്റ് DNA ടെക്നോളജി മൂലം ഉണ്ടാക്കിയെടുത്ത ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇൻസുലിനാണ് എന്ന ആൻസർ പറയേണ്ടതായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ. എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പേരാണ് പ്രോബ് അല്ലേ? പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA ഓർ RNA, ഐദർ DNA ഓർ RNA വിത്ത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. അതിനെ പറയുന്ന പേരാണ് പ്രോബ്. അടുത്ത ക്വസ്റ്റ്യൻ. ടൊബാക്കോ പ്ലാന്റ് റെസിസ്റ്റന്റ് ടു നെമറ്റോഡ് ഹവ് ബീൻ ഡെവലപ്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് DNA ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ് സെൽ. എന്താണ് ഉണ്ടാക്കുക? എ പർട്ടിക്കുലർ ഹോർമോൺ ആണോ? എ ആൻറ്റി ഫീഡൻ്റ് ആണോ? ടോക്സിക് പ്രോട്ടീൻ ആണോ? ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA. ടൊബാക്കോ പ്ലാന്റ് മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡ് ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്ത് അസുഖമുണ്ടാക്കി ടൊബാക്കോ നശിപ്പിക്കുമ്പോൾ നമുക്ക് ആ ടൊബാക്കോയിനെ ഇതിനെ പ്രതിരോധിക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് നമ്മളൊരു ട്രാൻസ്ജെനിക് ടൊബാക്കോ ഉണ്ടാക്കിയെടുത്തത്. ആ ട്രാൻസ്ജെനിക് ടൊബാക്കോയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് ഒരു സ്പെഷ്യൽ ജീനാണ്. ആ സ്പെഷ്യൽ ജീനിന് സാധാരണ ഒരു DNA ആണെങ്കിൽ ഒരു RNA ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ ഈ ജീനിന് 2 RNA ഉണ്ടാക്കാൻ പറ്റും, 2 സ്ട്രാൻഡ് ഓഫ് RNA ഉണ്ടാക്കാൻ പറ്റും. ഒരു സെൻസ് സ്ട്രാൻഡും ഒരു ആൻറ്റി സെൻസ് സ്ട്രാൻഡും രണ്ടും കൂടെ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ജോയിൻ ചെയ്തൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാകുന്നു. സോ ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റി സെൻസ് RNA എന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഫോർ ട്രീറ്റിംഗ് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി, സ്കിഡ്, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയും. Which of the following is now being commercially produced by biotechnological procedure? ബയോടെക്നോളജിക്കൽ പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് ഇൻസുലിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ജനറ്റിക് ഡിഫക്റ്റ് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി മേ ബി ക്യൂർഡ് പെർമനൻ്റ്ലി. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ജീൻ തെറാപ്പി ചെയ്ത് ലിംഫോസൈറ്റുകളിലൂടെ അതായത് മോഡിഫൈഡ് ലിംഫോസൈറ്റുകൾ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നാൽ പോലും ഈ ലിംഫോസൈറ്റുകൾ ഇമ്മോർട്ടൽ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഡെഫിനിറ്റ് കാല പരിധിയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലിംഫോസൈറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഈ അസുഖം പെർമനൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് ബോൺ മാരോ സെൽ പ്രൊഡ്യൂസിങ് ADA ഇൻ ടു ദ സെൽ അറ്റ് ദ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മളിങ്ങനെ ADA ഉള്ള സെല്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പെർമനൻ്റ് ആയിട്ടൊരു ക്യൂർ കിട്ടും എന്നാണ് പറയേണ്ടത്. സോ 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നോക്കൂ. എ DNA പ്രോബ് എന്ന് പറഞ്ഞാൽ DNA സീക്വൻസ് ദാറ്റ് ക്യാൻ പെയർ വിത്ത് എ പർട്ടിക്കുലർ ജീൻ, അതാണ് പ്രോബ്. സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂളാണ്. അതിന്
DNA sequence ആണ്, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ പെയർ വിത്ത് എനി അതർ ജീൻ, എ പർട്ടിക്കുലർ ജീൻ. ലൈബ്രറി എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് സ്റ്റോർഡ്. ജീൻ തെറാപ്പി എഫേർട്ട് ടു ഫിക്സ് ദ ഫങ്ഷണൽ ജീൻ എന്ന് പറയാം. 200,000 varieties of rice in India. So 1 matches to B, 2 matches to 2 matches to C, 3 matches to A, 4 matches to D, 1 matches to B, 2 matches to C, 3 matches to A, 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽ? ട്രാൻസ്ജനിക് ആനിമലിൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ദ ഡിസീസ്, ടെസ്റ്റിംഗ് ഓഫ് ദ സേഫ്റ്റി ഓഫ് വാക്സിൻ, ടു പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രോഡക്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ഡിസീസ് കറക്റ്റാണ്, അത് ആപ്ലിക്കേഷനാണ്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ദ ഡിസീസ് ഈസ് നോട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ജനിക് ആനിമൽ. ടെസ്റ്റിംഗ് സേഫ്റ്റി ഓഫ് വാക്സിൻ അതൊരു ആപ്ലിക്കേഷനാണ്. ടു പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രോഡക്റ്റും ആപ്ലിക്കേഷനാണ്. ട്രാൻസ്ജനിക് പ്ലാന്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സൊമാറ്റിക് എംബ്രിയോ ഇൻ ആർട്ടിഫിഷ്യൽ മീഡിയം അല്ല. ജനറേറ്റഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഫോറിൻ DNA ഇൻ ടു ദ സെൽ ആൻഡ് റീജനറേറ്റിംഗ് എ പ്ലാന്റ് ഫ്രം ദാറ്റ് സെൽ. പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ അല്ല. grown in artificial medium after hybridization അല്ല. generated by introducing foreign DNA into the cell and regenerating a plant from that cell. 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാത്തോജനിക് ബാക്ടീരിയ ഗെയിൻ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ദെയർ. റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ് ഒരു പാത്തോജനിക് ബാക്ടീരിയയ്ക്ക് കിട്ടുന്നത് അവരുടെ പ്ലാസ്മിഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചുകൾ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ പ്ലാസ്മിഡിൽ ഉണ്ടാകുന്ന ജീനുകളാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിൽക്ക് ടു ട്രാൻസ്ജനിക് കൗ റോസി വാസ് ന്യൂട്രീഷണലി മോർ ബാലൻസ്ഡ് പ്രോഡക്റ്റ് ഫോർ ഹ്യൂമൻ ബേബീസ് ദാൻ ദ നോർമൽ കൗ മിൽക്ക് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ അമ്മയുടെ മിൽക്ക്, അമ്മ ഇല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് മിൽക്ക് കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മിൽക്ക് കൗ മിൽക്കാണ്. കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ കൗവിൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, മനുഷ്യൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അപ്പോൾ മനുഷ്യൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഉള്ള ഒരു മിൽക്ക് നമ്മൾ കൗവിൻ്റെ ബോഡിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഈ മിൽക്ക്. റോസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജനിക് കൗവിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. റോസിനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഹ്യൂമൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ട്രാൻസ്ജനിക് ആനിമൽസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്തിനൊക്കെയാണ്? ട്രാൻസ്ജനിക് മൈസ് ഫോർ ടെസ്റ്റിംഗ് സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ ബിഫോർ ഇറ്റ് യൂസ് ഇൻ ഹ്യൂമൻസ് ശരിയാണ്. ട്രാൻസ്ജനിക് മോഡൽസ് ഫോർ സ്റ്റഡിങ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൻ കാർഡിയാക് ഡിസീസ് തെറ്റാണ്. ട്രാൻസ്ജനിക് കൗ റോസി വിച്ച് പ്രൊഡ്യൂസസ് ഹൈ ഫാറ്റ് അല്ല, ആ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിനുള്ള മിൽക്കാണ് ഉണ്ടാക്കിയത്. ആനിമൽ ലൈക്ക് ബുൾ ഫോർ ഫാം വർക്ക് ആസ് ദേ ഹാവ് സൂപ്പർ പവർ തെറ്റ്. സോ കറക്റ്റ് ആൻസർ 1 ആണ്. The law and rule to prevent unauthorized exploitation of bioresources are termed as unauthorized exploitation of bioresources. അപ്പോൾ ബയോറിസോഴ്സുകൾ, അതായത് നമുക്കറിയാം നമ്മളുടെ പല ബയോറിസോഴ്സുകളും മറ്റൊരാൾ യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ പേറ്റൻറ്റിങ് കൊണ്ടുവന്നത് കേട്ടോ. ദ ലോ ആൻഡ് റൂൾ ദാറ്റ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബയോറിസോഴ്സസ്. അൺഓതറൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബയോറിസോഴ്സ് എന്ന് മാത്രമായിരുന്നെങ്കിൽ അതിനെ ബയോ പൈറസി എന്ന് പറഞ്ഞേനെ. അത് തടയാനുള്ള റോള് അല്ലെങ്കിൽ ലോസ് ആണ് ബയോ പാറ്റൻറ്റിങ് എന്ന് പറയുന്നത്. The exploitation of bioresource by a nation, by multinational company without authorization from the concerned country or people is called bio
പൈരസി. അതറിയാം, നമ്മളുടെ റിസോഴ്സുകൾ വേറൊരാൾ നമ്മളുടെ അനുവാദമില്ലാതെ നമുക്കതിൻ്റെ പൈസ ഒന്നും തരാതെ ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിനെ നമ്മൾ ബയോപൈരസി എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ assessing the safety of introducing genetically modified organism for public use. അതായത് ഇന്ത്യയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ പബ്ലിക് യൂസിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ ആരുടെ അനുവാദമൊക്കെയാണ് തേടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയുടെ പേരെന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അഥവാ ജീക്ക് എന്നാണ് പറയുക. A new variety of rice patented by the foreign country, though such variety has been present in India for long time. This is related to, ഈ പറയുന്നതൊക്കെ പല വെറൈറ്റി ഓഫ് ക്രോപ്പാണ്. നമുക്കറിയാം ഇതിലെ ബസുമതി റൈസാണ്, ഇന്ത്യയിലെ ബസുമതി റൈസിനെയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനി നമ്മളുടെ അനുവാദം കൂടാതെ ഉപയോഗിച്ച് ബയോപൈരസി നടത്തി അതിന് പേറ്റൻറ്റ് മേടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Read the given paragraph and identify X and Y. X is the right granted by the government to an inventor to prevent others from commercial use of the invention. When X is granted for the biological entities and the product derived from them, it is called Y. ആദ്യം തന്നെ ഒരു റൈറ്റ് ഒരു സയൻറ്റിസ്റ്റിന് അല്ലെങ്കിൽ ഒരു കണ്ടുപിടിച്ച വ്യക്തിക്ക്, ഇൻവെൻറ്റർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന റൈറ്റിനെയാണ് പാറ്റൻറ്റ് എന്ന് പറയുന്നത്. സെയിം തിങ് ഒരു ബയോളജിക്കൽ വർക്കിലാണെങ്കിൽ അതിന് നമ്മൾ ബയോ പാറ്റൻറ്റ് എന്നാണ് പറയുക. ദ ജനറ്റിക്കലി മോഡിഫൈഡ് ബ്രിഞ്ചാൾ ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ. ജനറ്റിക്കലി മോഡിഫൈഡ് ബ്രിഞ്ചാൾ ഇന്ത്യയിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ BT ബ്രിഞ്ചാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമുക്കറിയാം BT പ്ലാന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് വെറൈറ്റി ആയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത് പിന്നീട് നമ്മൾ പിൻവലിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ജനിക് ഫുഡ് ക്രോപ്പ് വിച്ച് മേഡ് ഹെൽപ്പ് ഇൻ സോൾവിങ് ദ പ്രോബ്ലംസ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോൾഡൻ റൈസ് ആണ്. ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്നാണ് രണ്ടാമത്തെ ഓപ്ഷന് പറയുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കുന്ന ടു ഓവർകം ദ പോസ്റ്റ് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രത്യേക ടൊമാറ്റോയാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് RNA ഇൻ്റർഫിയറൻസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ് റെസിസ്റ്റൻറ്റ് ടു RNA ഇൻ്റർഫിയറൻസ്. RNAi നെമറ്റോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, മെലോയിഡിക ആൻഡ് ഇൻകോഗ്നീഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ഇലക്ട്രോഫോറസിസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ മൂവ് ടുവേർഡ്സ് ദ. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്താൽ അതിനെ ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ NCERTയിൽ പഠിച്ചിരിക്കുന്നത്. The first ever human hormone produced by recombinant DNA technology എന്ന് പറയുന്നത് ഇൻസുലിനാണ്. PCR is used for the detection of HIV, cancer, AIDS, genetic disorders, mutations, all of this. Alpha-1 antitrypsin എന്ന് പറയുന്നത് it is a bioproduct used for the treatment of emphysema. എംഫിസിമ എന്താണെന്നറിയാലോ അല്ലേ? നിങ്ങൾക്ക് എന്താണ് എംഫിസിമ? പറയൂ. എംഫിസിമ എന്ന് പറഞ്ഞാൽ എന്താണ്? എംഫിസിമ എന്ന് പറയുന്നത് നമ്മുടെ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ കാരണം ലങ്സിലുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമാണ് എംഫിസിമ. എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഉപയോഗിക്കുന്നത്. ഇൻ ജീൻ തെറാപ്പി ടു ട്രീറ്റ് അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി ദ ഡിസോർഡർ വിച്ച് ഓഫ് ദ പേഷ്യൻറ്റ് ബ്ലഡ് സെൽസ് ആർ യൂസ്ഡ്. എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. ലിംഫോസൈറ്റുകളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രോടോക്സിൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് ടോക്സിനാണ്. ആക്ടിവേറ്റ് അല്ലാത്ത ടോക്സിൻ. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ചിങ്. ADA അഡിനോസിൻ ഡീഓക്സി അമിനേസ് എന്നാണ് പറയുന്നത്. എലീസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അംസെ. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PKU ഫിനൈൽ കീറ്റോണൂറിയ. ഇതിൽ തന്നിരിക്കുന്നതിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസെ എലീസ, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PKU ഫിനൈൽ കീറ്റോണൂറിയ. അഡിനോസിൻ ഡി അമിനേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് തെറ്റ്.
ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൻസറും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഈ സെഷൻ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേറൊരു ചാപ്റ്ററിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.